The first theorem is proposition let X be a Hausdorff space, X element of X and a capital F a compact subset of X not containing small x. Then there exists open set U, V such that X element of U, F subset of V and U intersection V equal to null set. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, അതുപോലെ ആ പോയിന്റ് കിടക്കാത്ത ഒരു കോമ്പാക്ട് സെറ്റും തന്നിട്ടുണ്ട്. അതായത് അതെ ഒരു പോയിന്റ് എക്സ് എന്നുള്ളൊരു പോയിന്റ്, പിന്നെ ഒരു കോമ്പാക്ട് സെറ്റ് ക്യാപിറ്റൽ എഫും തന്നിട്ടുണ്ട്. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്നതും അതുപോലെ ക്യാപിറ്റൽ എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്നതുമായിട്ടുള്ള രണ്ട് ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റുകൾ, ഇങ്ങനൊരു ഓപ്പൺ സെറ്റ് യുവും ഇങ്ങനൊരു ഓപ്പൺ സെറ്റ് വിയും ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനൊരു വി കണ്ടുപിടിക്കണം, ഇങ്ങനൊരു യു കണ്ടുപിടിക്കണം, സച്ച് ദാറ്റ് യു ഇന്റർസെക്ഷൻ വി നൾ സെറ്റ് ആയിരിക്കണം. അതായത് നമ്മൾ നോട്ട് T1 നമുക്ക് പോയിന്റുകളെ സെപ്പറേറ്റ് ചെയ്യുന്നു, ക്ലോസ്ഡ് സെറ്റുകളെ സെപ്പറേറ്റ് ചെയ്യുന്നു നോർമല്. അതുപോലെ ഇവിടെ ഒരു പോയിന്റിനെയും ഒരു കോമ്പാക്ട് സെറ്റിനെയാണ് ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റുകൾ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് മാത്രം. ഓക്കെ, ഇനി അതിന്റെ പ്രൂഫ് നോക്കാം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള കാര്യം സ്പേസ് ഹോസ്ഡോർഫ് ആണെന്ന് തന്നിട്ടുണ്ട്. ഹോസ്ഡോർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ T2 സ്പേസ് ആണ്. അപ്പൊ അതിൽ നമുക്ക് ഇങ്ങനെ രണ്ട് ഓപ്പൺ സെറ്റുകൾ കണ്ടുപിടിച്ചു കൊടുക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ ക്യാപിറ്റൽ എഫിൽ വൈ എന്നുള്ളൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എക്സ് എന്നുള്ള പോയിന്റ് എഫിൽ ഇല്ലാത്ത പോയിന്റ് ആണല്ലോ. അപ്പോൾ എഫിലെ ഒരു പോയിന്റ് വൈ എടുത്തു കഴിഞ്ഞാൽ എക്സും വൈയും ഡിഫറെന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. അങ്ങനെയാണെങ്കിൽ സ്പേസ് ഹോസ്ഡോർഫ് അതായത് T2 ആയതുകൊണ്ട് അവരെ കണ്ടെയ്ൻ ചെയ്യുന്ന ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റുകൾ എക്സിസ്റ്റ് ചെയ്യും. ഇപ്പൊ യു വൈ വി വൈ എന്ന് പേര് കൊടുക്കുന്നു. അവിടെ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് ആണ് യു വൈ, വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റ് ആണ് വി വൈ, ആൻഡ് യു വൈ ഇന്റർസെക്ഷൻ വി വൈ ഈക്വൽ ടു നൾ സെറ്റ്. ഇനി ഇതുപോലെ വേറൊരു പോയിന്റ് ഇപ്പോൾ y2 എന്നുള്ളൊരു പോയിന്റ് എഫിൽ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വീണ്ടും ഓപ്പൺ സെറ്റുകൾ ഇതേ രീതിയിൽ എക്സിസ്റ്റ് ചെയ്യും. എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു യു വൈ വണ്ണും അതുപോലെ y1നെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു വി വൈ വൺ, ആ രൂപത്തിൽ നമുക്ക് ക്യാപിറ്റൽ എഫിലെ ഓരോ പോയിന്റിനെ കറസ്പോണ്ടിങ് ആയിട്ടും ഈ രീതിയിൽ ഓപ്പൺ സെറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫാമിലി കൺസിഡർ ചെയ്യുന്നു. അതായത് എഫിലെ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഓപ്പൺ സെറ്റുകൾ ഉണ്ടല്ലോ വി വൈകൾ, ആ കളക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ആൻ ഓപ്പൺ കവർ ഓഫ് ക്യാപിറ്റൽ എഫ്. ക്യാപിറ്റൽ എഫ് കോമ്പാക്ട് ആയതുകൊണ്ട് ഇതിനെന്തായാലും ഒരു ഫൈനൈറ്റ് സബ് കവർ എക്സിസ്റ്റ് ചെയ്യുമല്ലോ. ആ ഫൈനൈറ്റ് സബ് കവർ ആണ് ഈ വി വൈ വൺ വി വൈ ടു എക്സെട്ര വി വൈ എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അവരുടെ എല്ലാവരെയും കൂടെ യൂണിയനെ വി എന്ന് വിളിച്ചു. ഇനി ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് യു വൈ വൺ യു വൈ ടു എക്സെട്ര യു വൈ എൻ ഉണ്ട്. അപ്പൊ അവരെല്ലാവരും സെയിം പോയിന്റ് എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഓപ്പൺ സെറ്റുകളാണ്. അപ്പൊ അവരുടെ എല്ലാവരെയും കൂടെ ഇന്റർസെക്ഷൻ ആണ് എടുക്കേണ്ടത്. എല്ലാവരെയും കൂടെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് അഗൈൻ ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എക്സ്. അപ്പൊ യു എന്ന് പറയുന്നത് ഇപ്പോൾ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എക്സ് ആണ്, വി എന്ന് പറയുന്നത് ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എഫ് ആണ്, ആൻഡ് ദെയർ ഇന്റർസെക്ഷൻ ഈസ് നൾ സെറ്റ്. കാരണം ഇത് എല്ലാ യു ഐകളുടെയും കൂടെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക, ഇന്റർസെക്ഷൻ അല്ലേ. ഇത് വി വൈ വൺ യൂണിയൻ വി വൈ ടു യൂണിയൻ എക്സെട്ര വി വൈ എൻ ആണ്. ഇപ്പൊ ഇവരുടെ ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആണ്. ഓക്കെ, കാരണം വി വൈ വണ്ണിന് യു വൈ വണ്ണുമായിട്ട് ഇന്റർസെക്ഷൻ ഇല്ല. യു വൈ വണ്ണിന്റെ അകത്താണ് ആര് കിടക്കുന്നത്, ഈ യു കിടക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങളൊന്ന് വരച്ച് നോക്കി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ പോലെ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പോസിറ്റ് യുവും എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പോസിറ്റ് വിയും കണ്ടുപിടിച്ച് കഴിഞ്ഞു ദെയർ ഇന്റർസെക്ഷൻ ഇസ് നൾ സെറ്റ്. അതിന്റെ ഒരു കൊറോളറി ആണ് എ കോമ്പാക്ട് സബ്സെറ്റ് ഇൻ എ ഹോസ്ഡോർഫ് സ്പേസ് ഇസ് ക്ലോസ്ഡ്. ഒരു ഹോസ്ഡോർഫ് സ്പേസിൽ അതായത് T2 സ്പേസിൽ കോമ്പാക്ട് സബ്സെറ്റുകളൊക്കെ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. ജനറലി അങ്ങനെ ആവണമെന്നില്ല. ഇപ്പോൾ ഇവിടെ ഹോസ്ഡോർഫ് സ്പേസ് ആണെങ്കിൽ അത് ക്ലോസ്ഡ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. മെട്രിക് സ്പേസിൽ ഇതാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഹോസ്ഡോർഫ് സ്പേസ് ആയിട്ടുള്ള ടോപ്പോളജിക്കൽ സ്പേസിലെല്ലാം ഇത് ട്രൂ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളൊരു എക്സ് എന്നുള്ളൊരു T2 സ്പേസ് കൺസിഡർ ചെയ്യുന്നു. എഫ് എന്നുള്ളൊരു കോമ്പാക്ട് സബ്സെറ്റ് ഓഫ് എക്സ് ആണെന്നിരിക്കട്ടെ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് എന്താണെന്നാണ്, എക്സ് ക്ലോസ്ഡ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി, എക്സ് മൈനസ് എഫ് ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ എക്സ് എന്നുള്ളൊരു പോയിന്റ് എക്സ് മൈനസ് എഫിൽ നിന്ന് കൺസിഡർ ചെയ്യുന്നു. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, എക്സ് മൈനസ് എഫ് ഓപ്പൺ ആവണമെങ്കിൽ ആ എക്സ് മൈനസ് എഫിൽ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഈ എക്സ് മൈനസ് എഫ് എന്ന് പറയുന്നത് ആ പോയിന്റിന്റെ നെയ്ബർഹുഡ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. സ്മോൾ എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് മൈനസ് എഫ് എടുത്തു. ഇനി നമുക്ക് മുൻപിലത്തെ തിയറം അപ്ലൈ ചെയ്യാം. ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് എഫിൽ ഇല്ലാത്തൊരു പോയിന്റും എഫ് എന്ന് പറയുന്നത് ഒരു കോമ്പാക്ട് സെറ്റുമാണ്. അങ്ങനെയാണെങ്കിൽ മുൻപിലത്തെ തിയറം പ്രകാരം ഡയറക്റ്റ് ഓപ്പൺ സെറ്റ് യു കോമ വി സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് യു ആൻഡ് എഫ് സബ്സെറ്റ് ഓഫ് വി ആൻഡ് യു ഇന്റർസെക്ഷൻ വി ഈക്വൽ ടു നൾ സെറ്റ്.
അപ്പോൾ യു ഇന്റർസെക്ഷൻ വിക്കകത്താണ് എഫ് കിടക്കുന്നത്. വിയു ആയിട്ട് തന്നെ യുവിന് ഇന്റർസെക്ഷൻ ഇല്ല. അപ്പോൾ എഫ് ആയിട്ട് ഇന്റർസെക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ യു ഇന്റർസെക്ഷൻ എഫ് ഈക്വൽ ടു നൾ സെറ്റ്. ആൻഡ് ഹെൻസ് യു എന്ന് പറയുന്നത് എഫ് ആയിട്ട് ഇന്റർസെക്ഷൻ ഇല്ലെങ്കിൽ യു പിന്നെ എവിടെ കിടക്കും? എഫിന്റെ കോംപ്ലിമെന്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ യു സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് എഫ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ആണ് യു. അത് എക്സ് മൈനസ് എഫിന്റെ സബ്സെറ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ ഈ എക്സ് മൈനസ് എഫിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഒരു ഓപ്പൺ സെറ്റ് ആ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് സബ്സെറ്റ് ഓഫ് എക്സ് മൈനസ് എഫ് മീൻസ് എക്സ് മൈനസ് എഫ് ഈസ് എ നൈബർഹുഡ് ഓഫ് സ്മോൾ എക്സ്. So it is a neighborhood of each of its points, and so x minus f is open and so f is closed. ഇനി അടുത്ത കൊറോളറിയാണ്, every map from a compact space into a T2 space is closed. The range of such map is quotient space of the domain. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു മാപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് അറിയാലോ. നമ്മളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എക്സിൽ നിന്നും വൈയിലേക്ക് കൺസിഡർ ചെയ്യുന്നു. അവിടെ എക്സ് എന്ന് പറയുന്നത് ഒരു കോമ്പാക്ട് സ്പേസും വൈ എന്ന് പറയുന്നത് ഒരു T2 സ്പേസ്. T2 എന്ന് പറഞ്ഞാൽ ഹോസ്റ്റോർഫ് സ്പേസ് എടുക്കുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആ ഫംഗ്ഷൻ ഒരു ക്ലോസ്ഡ് ഫംഗ്ഷൻ ആണെന്നാണ്. അതായത് എക്സിൽ ഏത് ക്ലോസ്ഡ് സെറ്റ് എടുത്തു കഴിഞ്ഞാലും എഫ് ഇമേജ് വൈ, അതിന്റെ എഫ് ഇമേജ് വൈയിൽ ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ലെറ്റ് സി ബി എ ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എക്സ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് ഓഫ് സി ഈസ് ക്ലോസ്ഡ് ഇൻ വൈ എന്നാണ്. ഇപ്പോൾ എക്സ് കോമ്പാക്ട് ആയതുകൊണ്ട് അതിന്റെ ക്ലോസ്ഡ് സബ്സെറ്റുകളൊക്കെ കോമ്പാക്ട് ആണെന്ന് അറിയാലോ. അപ്പോൾ സി എന്ന് പറയുന്നത് ഒരു കോമ്പാക്ട് സബ്സെറ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ എഫ് ഓഫ് സി കോമ്പാക്ട് ആണ്, കാരണം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് അത് കോമ്പാക്ട് സെറ്റിനെ എപ്പോഴും കോമ്പാക്ട് സെറ്റിലേക്കാണ് മാപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ സി കോമ്പാക്ട് ആയതുകൊണ്ട് എഫ് ഓഫ് സി കോമ്പാക്ട് ആണെന്ന് കിട്ടി. അപ്പോൾ എഫ് ഓഫ് സി കോമ്പാക്ട് സബ്സെറ്റ് ഓഫ് വൈ ആണെന്ന് കിട്ടി. വൈ പക്ഷെ ഒരു T2 സ്പേസ് ആണ്. അപ്പോൾ ഈ തിയറം പ്രകാരം നോക്കിയിട്ട് കോമ്പാക്ട് സബ്സെറ്റ് ഓഫ് ഹോസ്റ്റ്ഡോർഫ് സ്പേസ് ഈസ് ക്ലോസ്ഡ്. അപ്പോൾ വൈ ഹോസ്റ്റ്ഡോർഫ് സ്പേസ് ആവുകയും എഫ് ഓഫ് സി അതിന്റെ കോമ്പാക്ട് സബ്സെറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്താണെന്ന് കിട്ടി? എഫ് ഓഫ് സി അതിന് ക്ലോസ്ഡ് സെറ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ സി ക്ലോസ്ഡ് സെറ്റ് ഇൻ എക്സ് എടുത്തപ്പോൾ എഫ് ഓഫ് സി ക്ലോസ്ഡ് സെറ്റ് ഇൻ വൈ ആണെന്ന് കിട്ടി. Therefore ദിസ് ഫംഗ്ഷൻ എഫ് ഈസ് എ ക്ലോസ്ഡ് ഫംഗ്ഷൻ. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റേഞ്ച് ഓഫ് സച്ച് മാപ്പ് ഈസ് എ കോഷ്യന്റ് സ്പേസ് ഓഫ് ദി ഡൊമൈൻ എന്നുള്ളതാണ്. ഇപ്പോൾ അതിനായിട്ട് Z എന്നുള്ളത് റേഞ്ച് സ്പേസ് ഓഫ് എഫ് ആണെന്നിരിക്കട്ടെ. ദെൻ എഫ്, അതായത് റേഞ്ച് ഓഫ് എഫ് ഈക്വൽ ടു ഇസഡ് എന്ന് കൊടുത്തു. ദെൻ എഫ് റിഗാർഡഡ് ആസ് എ മാപ്പ് ഫ്രം എക്സ് ടു ഇസഡ് കൺസിഡർ ചെയ്യുന്നു. എക്സ് അപ്പോൾ ഓൺ ടു ഇസഡ് ആയിരിക്കും, കാരണം അതിന്റെ റേഞ്ച് സ്പേസ് ആണ് നമ്മൾ ഇസഡ് എന്ന് വിളിച്ചിട്ടുള്ളത്. ആൻഡ് സോ ഇറ്റ് ഈസ് എ കോഷ്യന്റ് മാപ്പ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലോസ്ഡ് സർജക്റ്റീവ് മാപ്പുകളൊക്കെ എന്താണ് കോഷ്യന്റ് മാപ്പ് ആണെന്ന്. ഓപ്പൺ സർജക്റ്റീവ് മാപ്പ്, ക്ലോസ്ഡ് സർജക്റ്റീവ് മാപ്പ് ഒക്കെ എന്താണ് കോഷ്യന്റ് മാപ്പ് ആണ് നമ്മൾ മുൻപ് പ്രൂവ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആണ്. ഓപ്പൺ മാപ്പിംഗ് തിയറം, ക്ലോസ്ഡ് ഗ്രാഫ് തിയറം എന്നൊക്കെ ഞാൻ അവിടെ പറഞ്ഞു തന്നതായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇത് എന്താണെന്ന് കിട്ടി? കോഷ്യന്റ് മാപ്പ് ആണെന്ന് കിട്ടി. ആൻഡ് സോ അതിന്റെ ഇമേജ് സ്പേസിനെ നമ്മൾ കോഷ്യന്റ് സ്പേസ് എന്ന് വിളിക്കും. അടുത്ത കൊറോളറി, കണ്ടിന്യൂസ് ബൈജക്ഷൻ ഫ്രം എ കോമ്പാക്ട് സ്പേസ് ഓൺ ടു എ ഹോസ്റ്റ്ഡോർഫ് സ്പേസ് ഇസ് എ ഹോമോമോർഫിസം. അപ്പോൾ ഒരു എഫ് എന്നുള്ളൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു, കണ്ടിന്യൂസ് ബൈജക്ഷൻ. ഓക്കെ, അപ്പോൾ എഫ് ഫ്രം എക്സ് ടു വൈ ബി എ കണ്ടിന്യൂസ് ബൈജക്ഷൻ ഫ്രം എക്സ് ടു വൈ. അത് കോമ്പാക്ട് സ്പേസിൽ നിന്ന് ഹോസ്റ്റ്ഡോർഫ് സ്പേസിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ എക്സ് കോമ്പാക്ട് സ്പേസും വൈ ഹോസ്റ്റ്ഡോർഫ് സ്പേസും എടുത്തു. നമുക്കിത് ഹോമിയോമോർഫിസം ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഹോമിയോമോർഫിസം പ്രൂവ് ചെയ്യാൻ ഇനി എന്തൊക്കെ വേണം? ഫംഗ്ഷൻ ഓൾറെഡി കണ്ടിന്യൂസ് ആയി, 1 ആയി, ഓൺ ടു ആയി. ഇനി തിരിച്ച് എഫ് ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആയാൽ മതി. അപ്പോൾ എഫ് ഇൻവേഴ്സ് കണ്ടിന്യൂസ് പ്രൂവ് ചെയ്യാൻ എഫ് ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. എഫ് ഓപ്പൺ എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എക്സിലെ ഒരു ഓപ്പൺ സബ്സെറ്റ് ജി കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എഫ് ഓഫ് ജി ഓപ്പൺ ഇൻ വൈ എന്ന് പ്രൂവ് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് ഇവിടെ ക്ലോസ്ഡിനെ കുറിച്ചാണ് റിസൾട്ട് ഉള്ളത്. സോ ജി ഓപ്പൺ ഇൻ എക്സ് ആണെങ്കിൽ എക്സ് മൈനസ് ജി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ എക്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ എക്സ് മൈനസ് ജി ക്ലോസ്ഡ് ആയതുകൊണ്ട് നമ്മുടെ ഈ റിസൾട്ട് പ്രകാരം എഫ് ക്ലോസ്ഡ് ഫംഗ്ഷൻ ആണ്. അപ്പം എഫ് ഓഫ് എക്സ് മൈനസ് ജി എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ വൈ ആയി. ഇനി ഫംഗ്ഷൻ ബൈജക്ഷൻ ആണ്, 1 ഉം 1 ഒക്കെ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് ജിനെ നമുക്ക് വൈ മൈനസ് എഫ് ഓഫ് ജി എന്ന് എഴുതാം. സോ വൈ മൈനസ് എഫ് ഓഫ് ജി ക്ലോസ്ഡ് ആണെന്ന് കിട്ടി. Therefore എഫ് ഓഫ് ജി എന്ന് പറയുന്നത് ഓപ്പൺ ആണെന്ന് കിട്ടി. സോ ജി ഓപ്പൺ ഇൻ എക്സ് എടുത്തപ്പം എഫ് ഓഫ് ജി എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ വൈ ആണെന്ന് കിട്ടി. Therefore എഫ് എന്തൊക്കെയായി? ഓപ്പൺ ഫംഗ്ഷൻ ആയി, കണ്ടിന്യൂസ് ആണ്, 1 ആണ്, 2 ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തപ്പോൾ ഹോമിയോമോർഫിസം. ഇനി അടുത്ത കൊറോളറി, എവരി കണ്ടിന്യൂസ് 1-to-1 ഫംഗ്ഷൻ ഫ്രം എ കോമ്പാക്ട് സ്പേസ് ഇൻ ടു എ ഹോസ്റ്റ്ഡോർഫ് സ്പേസ് ഈസ് ആൻ എംബഡിങ്. അതായത് ഇവിടെ ഓൺ ടു തന്നിട്ടില്ല. ഇപ്പൊ എംബഡിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് വൈയിലേക്ക് ഓൺ ടു ആയിരിക്കില്ല, അത് വൈയുടെ ഒരു സബ്സെറ്റിലേക്കുള്ള ഹോമിയോമോർഫിസത്തിനാണ് എംബഡിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഓൺ ടു തന്നിട്ടില്ല. അപ്പൊ എക്സ് എഫ് എങ്ങോട്ടേക്കാണ് ഓൺ ടു ആവുന്നത് അങ്ങോട്ടേക്ക് അത് ഹോമിയോമോർഫിസ് ആവും. ഇനി ഇതിലെ ഒരു റിസൾട്ട് പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന ഈ റിസൾട്ട് ഒന്നും കൂടെ നോട്ടിൽ എഴുതണേ. അതായത്
ഇവിടെ പറയുന്നത് ഇതാണ്. There is no continuous one-to-one map from the unit circle S1 into the real line. S1-ൽ നിന്നും യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ R2-ന്റെ സബ്സെറ്റ് ആയിട്ടുള്ള യൂണിറ്റ് സർക്കിൾ, അതിൽ നിന്നും റിയൽ ലൈനിലേക്ക് ഒരിക്കലും ഒരു 1-to-1 കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടാവില്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ട് എന്ന് എടുക്കുന്നു. ലെറ്റ് എഫ് ബി സച്ച് എ മാപ്പ്, ദെൻ എഫ് ഓഫ് S1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹോമിയോമോർഫിക് ടു S1 ആയിരിക്കും. കാരണം നമ്മളുടെ S1 എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആണ്, നമ്മളുടെ ആറിന്റെ സബ്സെറ്റിലേക്കാണ് നമ്മൾ എടുക്കുന്നത്. അത് ഹോസ്ഡോർഫ് ആണ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് മുൻപിലെ തിയറം പ്രകാരം ഇത് ഹോമിയോമോർഫിസ് ആണെന്ന് കിട്ടും. അപ്പൊ S1 എന്താണെന്ന് കിട്ടും? ആറിന്റെ ഒരു സബ്സെറ്റിലേക്ക് ഹോമിയോമോർഫിക് ആയിട്ട് വരുന്നുള്ള രൂപത്തിൽ കിട്ടും. എഫ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഹോമിയോമോർഫിസ് ആണെന്ന് കിട്ടും. അപ്പോൾ S1 കണക്റ്റഡ് ആണ്, അതുപോലെ അപ്പൊ ആറിന്റെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള സബ്സെറ്റിലേക്കായിരിക്കും അത് ഹോമിയോമോർഫിക് ആവുന്നത്. കാരണം കണ്ടിന്യൂസ് ഫംഗ്ഷൻ കണക്റ്റഡ് സെറ്റിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത നമ്മളുടെ S1 എന്ന് പറയുന്നതില് എന്തില്ല, നമ്മളെ കട്ട് പോയിന്റുകളൊന്നുമില്ല. അതായത് ഒരു പോയിന്റ് നിന്ന് റിമൂവ് ചെയ്താലും S1 കണക്റ്റഡ് ആയിട്ട് നിൽക്കും. പക്ഷെ ആറിന്റെ സബ്സെറ്റ് ഏത് കണക്റ്റഡ് സബ്സെറ്റ് എടുത്ത്, കണക്റ്റഡ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇന്റർവെല്ലാ വരിക. പക്ഷെ ഏത് ഇന്റർവെൽ എടുത്തു കഴിഞ്ഞാലും അതെല്ലാം അതിൽ ഏത് എൻ പോയിന്റ് അല്ലാത്ത ഏത് പോയിന്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അത് ഡിസ്കണക്റ്റഡ് ആവും. അതുകൊണ്ട് തന്നെ അതിന് കട്ട് പോയിന്റ് ഉണ്ട്, പക്ഷെ S1-ന് കട്ട് പോയിന്റ് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള രണ്ട് സ്ട്രക്ചറുകൾക്ക് ഒരിക്കലും ഹോമിയോമോർഫിക് ആവാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനൊരു ഹോമിയോമോർഫിസം എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി അടുത്തത് പറയുന്നത് ഒരു തിയറാണ്. എവരി കോമ്പാക്ട് ഹോസ്ഡോർഫ് സ്പേസ് ഇസ് T3 സ്പേസ്. കോമ്പാക്റ്റും ഹോസ്ഡോർഫും ആണെങ്കിൽ അത് T3 ആയിരിക്കും എന്നുള്ളതാണ്. T3 എന്ന് പറഞ്ഞാൽ റെഗുലർ പ്ലസ് T1 ആണ്. ഇനി ഹോസ്ഡോർഫ് എന്ന് പറഞ്ഞാൽ T2 ആണെന്ന് അറിയാലോ. T2 സ്പേസുകളൊക്കെ T1 ആണ്, അതുകൊണ്ട് T1 എന്നുള്ളത് അത് കിട്ടി. ഇനി റെഗുലറും കൂടി പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ എക്സ് എന്നുള്ളത് കോമ്പാക്റ്റും ഹോസ്ഡോർഫും ആണെന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എവരി ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എക്സ് ഇസ് കോമ്പാക്ട്. എല്ലാ ക്ലോസ്ഡ് സബ്സെറ്റുകളും എന്തായിരിക്കും? കോമ്പാക്റ്റ് ആയിരിക്കും. നമ്മുടെ മുൻപിൽ പറഞ്ഞ തിയറം പ്രകാരം കോമ്പാക്റ്റും ഹോസ്ഡോർഫും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. എവറി ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് എക്സ് ഇസ് കോമ്പാക്ട്, സോ ദ സ്പേസ് എക്സ് ഇസ് റെഗുലർ ബൈ പ്രൊപ്പോസിഷൻ 2.1. അതായത് 2.1 ഡയറക്ട്ലി കിട്ടുന്നതല്ല, നമുക്ക് അത് വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? റെഗുലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഒരു പോയിന്റും ഒരു ക്ലോസ്ഡ് സെറ്റും എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു ക്ലോസ്ഡ് ഒരു പോയിന്റ് എടുക്കുന്നു, ആ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ഒരു ക്ലോസ്ഡ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവരെ ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റുകൾ വെച്ച് സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതല്ലേ റെഗുലറിന്റെ ഡെഫിനിഷൻ. പക്ഷെ അപ്പൊ അങ്ങനെ ഒരു ക്ലോസ്ഡ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോമ്പാക്ട് ഹോസ്ഡോർഫ് ആയതുകൊണ്ട് അതിന്റെ ക്ലോസ്ഡ് സബ്സെറ്റുകളൊക്കെ എന്തായി മാറി? കോമ്പാക്ട് ആയി മാറി. കോമ്പാക്ട് ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഈ പോയിന്റും അതിനെ കണ്ടെയ്ൻ ചെയ്യാത്തൊരു കോമ്പാക്ട് സെറ്റും, അത് നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്ത തിയറം പ്രകാരം ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റുകൾ യുവും വിയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എന്തായി? ഒരു പോയിന്റും അതിനെ കണ്ടെയ്ൻ ചെയ്യാത്ത ക്ലോസ്ഡ് സെറ്റ് എടുത്തപ്പോൾ അവർ ജോയിന്റ് ഓപ്പൺ സെറ്റുകൾ വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ. സോ അത് റെഗുലറിന്റെ ഡെഫിനിഷൻ ആണ്. സോ റെഗുലർ ആണ്. ഇനി അടുത്ത പ്രൊപ്പോസിഷൻ തന്നിട്ടുണ്ട്. അത് പോസ്റ്റ് സബ്സെറ്റ്, ഒരു കോമ്പാക്ട് സബ്സെറ്റ് തന്നിട്ട് അവരുടെ പ്രത്യേകത അവരുടെ ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ then there exists open sets U, V such that C subset of U, F subset of V and U intersection V equal to null set. അതായത് ഒരു ക്ലോസ്ഡ് സബ്സെറ്റ് ഡിസ്ജോയിന്റ് ആയി നിൽക്കുന്ന ഒരു ക്ലോസ്ഡ് സബ്സെറ്റിനെയും ഒരു